Network News is brought to you in association with Kalarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyannur since 1938. കാർഷിക വികസന ബാങ്ക് പയ്യന്നൂർ ബ്രാഞ്ചുകൾ പയ്യന്നൂർ, ചെറുപുഴ, മാതമംഗലം, പെരിങ്ങോം. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. പിലിക്കോട് രായരമംഗലം ഭഗവതി ക്ഷേത്രത്തിൽ അടുത്ത വർഷം മാർച്ച് 3 മുതൽ 10 വരെ നടക്കുന്ന അഷ്ടബന്ധ പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവ സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനവും ധനസമാഹരണവും നടന്നു. സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിച്ചു. മാത്രമല്ല നമ്മുടെ എതിർപ്പ് ഞങ്ങൾ മണ്ണാത്തിപ്പുഴയിലെ 2 ഫാമിലി താമസിക്കുന്നത്. മണ്ണാത്തിപ്പുഴയെക്കുറിച്ച് തന്നെ നമ്മൾ നമ്പൂതിരിക്ക് അദ്ദേഹത്തിന് മുഖ്യമന്ത്രി ആവശ്യമില്ല, ഒരാൾക്കും ആവശ്യമില്ല. കേരളത്തിൻ്റെ സാഹിത്യ, സാംസ്കാരിക, വൈജ്ഞാനിക, ആധ്യാത്മിക കർമ്മരംഗത്ത് ഒരു നിത്യശോഭയായി പ്രോജ്വലിച്ചു നിൽക്കുന്ന ഒരു മഹാവ്യക്തിത്വം, അതാണ് കൈതപ്രം. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളും ഇവിടെ അതൊക്കെയാണ് നിങ്ങൾക്ക് കേൾക്കാനും ആസ്വദിക്കാറുള്ളത്. മഹോത്സവ നടത്തിപ്പിനായുള്ള ധനസമാഹരണം പാലാട്ട് മീത്തലെ വീട്ടിൽ ദേവകി അമ്മയിൽ നിന്ന് ഫണ്ട് സ്വീകരിച്ച് ചലച്ചിത്ര സംഗീതജ്ഞൻ കൈതപ്പുരം ദാമോദരൻ നമ്പൂതിരി നിർവഹിച്ചു. സംഘാടക സമിതി ചെയർമാൻ MV തമ്പാൻ പണിക്കർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കൺവീനർ MP പത്മനാഭൻ, ക്ഷേത്രം ട്രസ്റ്റി ചെയർമാൻ NV രവീന്ദ്രൻ, എക്സിക്യൂട്ടീവ് ഓഫീസർ M മഹേഷ്, PK വിനയകുമാർ, P പത്മനാഭൻ നമ്പ്യാർ എന്നിവർ സംസാരിച്ചു. ക്ഷേത്ര, ഉപക്ഷേത്ര ആചാര സ്ഥാനീകരും ഊരാള കുടുംബ പ്രതിനിധികളും സംഘാടക സമിതി ഭാരവാഹികളും മാതൃസമിതി ഭാരവാഹികളും അംഗങ്ങളും നാട്ടുകാരും ഉൾപ്പെടെ 100 കണക്കിന് ആളുകളാണ് ചടങ്ങിൽ പങ്കെടുത്തത്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പടന്ന പഞ്ചായത്തിന്റെ കെടുകാര്യസ്ഥതയ്ക്കെതിരെ CPIMന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് ബഹുജന മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. മാർച്ച് ജില്ലാ കമ്മിറ്റി അംഗം VPP മുസ്തഫ ഉദ്ഘാടനം ചെയ്തു. തുടങ്ങിയ മതപ്രധാന ആവശ്യം മുന്നറിയിച്ചുകൊണ്ട് CPIMന്റെ നേതൃത്വത്തിൽ ഇതുവരെ കടന്നു വരികയാണ് ബഹുജന മാർച്ച്. പടന്ന പഞ്ചായത്തിൽ മിക്ക വികസന പദ്ധതികളും പാതിവഴിയിലാണെന്നും നടപ്പ് സാമ്പത്തിക വർഷം 284 പദ്ധതികൾ തയ്യാറാക്കുകയും 16,83,60,390 രൂപയുടെ പദ്ധതി നിർവഹണത്തിൽ DPC അനുമതി ലഭിച്ചതായും ഒരു പദ്ധതി പോലും പൂർത്തിയാക്കിയിട്ടില്ലെന്നും 2,92,17,811 കോടി രൂപ മാത്രമാണ് ചിലവഴിച്ചതെന്നും അനുവദിച്ച തുകയിൽ വെറും 17% മാത്രമാണ് ചിലവഴിച്ചതെന്നും CPM നേതൃത്വം ആരോപിക്കുന്നു. ജില്ലാ, ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്തുകളുടെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ഉദിനൂർ വാതക ശ്മശാനം തകരാറിലായിട്ട് മാസങ്ങളായി. പഴയ ശ്മശാനം ഉപയോഗിച്ചാണ് സംസ്കാരം നടത്തുന്നത്. തെക്കേക്കാട് കുടിവെള്ള പദ്ധതിക്കായി നിർമ്മിച്ച പടന്ന MRVHSന് സമീപത്തുള്ള കുടിവെള്ള ടാങ്കും കിണറും തകർന്നിട്ട് 10 വർഷത്തോളമായി. ടെൻഡർ നൽകിയെങ്കിലും പണി പൂർത്തീകരിച്ചിട്ടില്ല. ബജറ്റിൽ പ്രഖ്യാപിക്കുന്ന പദ്ധതികളൊന്നും നടപ്പിലാക്കുന്നില്ല. ബണ്ട് പരിസരത്ത് കുട്ടികളുടെ പാർക്കിന് തുക നീക്കിവെച്ചെങ്കിലും ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. തുടങ്ങി ജനങ്ങൾക്ക് അടിസ്ഥാന സൗകര്യം പോലും ഒരുക്കുന്നില്ല എന്നാരോപിച്ചുകൊണ്ടായിരുന്നു സമരം നടത്തിയത്. മാർച്ചും ധർണയും ജില്ലാ കമ്മിറ്റി അംഗം VPP മുസ്തഫ ഉദ്ഘാടനം ചെയ്തു. ഈ നാട്ടിലെ സകല മനുഷ്യരെയും ഒരുമയോടെ കൂടി കണ്ടു നേതൃത്വപരമായ പങ്കുവഹിക്കാൻ പടന്ന പഞ്ചായത്തിലെ UDF ഭരണസമിതിക്ക് കഴിയാതെ പോകുന്നു. അതിസങ്കുചിതമായ ഈ കക്ഷി രാഷ്ട്രീയത്തിന്റെ കണ്ണിൽ നിങ്ങൾ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ടല്ലേ നിങ്ങൾക്ക് ഈ ജനകീയാസൂത്രണത്തിന്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്താൻ കഴിയാതെ പോകുന്നത്. അതാണ് ഏറ്റവും കാതലായിട്ടുള്ള പ്രശ്നം. PC സുബൈദ അധ്യക്ഷത വഹിച്ചു.
TP കുഞ്ഞബ്ദുള്ള, M സുമേഷ്, PK പവിത്രൻ, PP കുഞ്ഞികൃഷ്ണൻ, KV ബിന്ദു, V ശിവദാസ്, K ദാമു, C കുഞ്ഞികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. പടന്നമുണ്ടിയ പരിസരത്തു നിന്നും പ്രകടനം ആരംഭിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പയ്യന്നൂർ താലൂക്കിലെ പെരുന്തട്ട വില്ലേജിൽപ്പെട്ട പിടച്ചി തറവാട്ടംഗങ്ങൾക്ക് അവകാശപ്പെട്ട ഭൂമി വ്യാജരേഖ ചമച്ച് തട്ടിയെടുക്കാൻ റവന്യൂ അധികൃതർ കൂട്ടുനിൽക്കുന്നു എന്നാരോപിച്ച് തറവാട്ടംഗങ്ങൾ ചേർന്ന് രൂപീകരിച്ച ഭൂസംരക്ഷണ സമിതി പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. പയ്യന്നൂർ താലൂക്ക് ഓഫീസിന് മുന്നിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. പയ്യന്നൂർ താലൂക്കിലെ പെരുന്തട്ട വില്ലേജിലെ റീസർവേ 15-ൽ പിടച്ചി തറവാട്ട് അംഗങ്ങൾക്ക് അവകാശപ്പെട്ട 152 ഏക്കർ ഭൂമിയിൽ വ്യാജരേഖ ചമയ്ക്കുവാനും ഭൂമി തട്ടിയെടുക്കുവാനും റവന്യൂ അധികൃതർ കൂട്ടുനിൽക്കുന്നതായും തറവാട്ടംഗങ്ങൾ ചേർന്ന് രൂപീകരിച്ച ഭൂസംരക്ഷണ സമിതി ആരോപിക്കുന്നു. കുടുംബത്തിന്റെ ഭൂമിയുടെ പ്രശ്നം ഹൈക്കോടതി വിധി ഏകദേശം ഒരു കൊല്ലത്തിന് മേലായി വിധി കിട്ടിയിട്ട് ഇതുവരെ പയ്യന്നൂർ തഹസിൽദാർ നടപ്പിലാക്കി തരുന്നില്ല. അതാണ് പല പ്രാവശ്യം നമ്മൾ തഹസിൽദാറായിട്ട് ബന്ധപ്പെട്ട സമയത്ത് ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് വൈകിപ്പിക്കുകയാണ്. ഇനിയിപ്പം ഇവിടുത്തെ കൊണ്ട് ഇത് അവസാനിക്കുകയും ചെയ്യില്ല. നമ്മൾ ഇത് കളക്ടറേറ്റ് സത്യാഗ്രഹം അടക്കം പോകാൻ എത്തിയത്. റവന്യൂ അധികൃതർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഭൂസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ താലൂക്ക് ഓഫീസിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. തുടർന്ന് കണ്ണൂർ കളക്ടറേറ്റിലേക്കും സമരം വ്യാപിപ്പിക്കുമെന്നും ഭൂസംരക്ഷണ സമിതി പ്രവർത്തകർ പറയുന്നു. KT കുഞ്ഞിരാമൻ, ഭാനുമതി, OV സുമേഷ്, കുഞ്ഞികൃഷ്ണൻ K, വിജയൻ V, പ്രകാശൻ P തുടങ്ങിയവർ പ്രതിഷേധ പരിപാടിക്ക് നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. തെരുവ് നായകളിലൂടെ പേവിഷബാധ പടരാതിരിക്കാനുള്ള പ്രതിരോധ കുത്തിവയ്പ് വലിയപറമ്പ് ഗ്രാമപഞ്ചായത്തിൽ നടത്തി. സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പിന്റെയും വലിയപറമ്പ് ഗ്രാമപഞ്ചായത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിലെത്തി വെറ്റിനറി സർജൻ ഡോക്ടർ V സംഗീതയുടെ നേതൃത്വത്തിൽ കുത്തിവയ്പ് നടപടികൾ സ്വീകരിച്ചത്. അലഞ്ഞുതിരിയുന്നവയും അല്ലാത്തവയുമായ തെരുവ് നായകളിൽ മാരകമായ പേവിഷബാധ വ്യാപിക്കുന്നത് തടയുക എന്ന ലക്ഷ്യമിട്ടാണ് പേവിഷബാധയ്ക്ക് എതിരായുള്ള കുത്തിവയ്പ് നടത്തുന്നത്. അക്രമകാരികളും അല്ലാത്തവയുമായിട്ടുള്ള തെരുവ് നായ്ക്കളിൽ നിന്ന് പൊതുജനങ്ങൾക്കും വളർത്തുമൃഗങ്ങൾക്കും പേവിഷബാധയ്ക്കെതിരെയുള്ള സുരക്ഷ ഉറപ്പുവരുത്തുവാൻ വേണ്ടിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പേവിഷബാധ പ്രതിരോധ കുത്തിവയ്പ് നടത്തിവരുന്നത്. വലിയപറമ്പ് വെറ്റിനറി ഡിസ്പെൻസറിയിൽ നടന്ന ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് VV സജീവൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് ജനങ്ങളെ ആകെ രീതിയിലാക്കിക്കൊണ്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന തെരുവ് നായകളുടെ ശല്യം നമ്മുടെ 13 വാർഡിനകത്തു നിന്നും പൊതുജനങ്ങൾ പഞ്ചായത്തിൻ്റെ ഒക്കെ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമ്മുടെ തെരുവ് നായ്ക്കൾക്ക് പേവിഷബാധയ്ക്കെതിരെയുള്ള വാക്സിനേഷൻ നൽകാൻ തീരുമാനിച്ചിട്ടുള്ളത്. വെറ്റിനറി സർജൻ ഡോക്ടർ V സംഗീത അധ്യക്ഷത വഹിച്ചു. വെറ്റിനറി സർജനൊപ്പം ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ KP ഉഷ, ജീവനക്കാരൻ അശോക് കുമാർ എന്നിവർ കോഴിക്കോട് നിന്നെത്തിയ നായപിടുത്ത വിദഗ്ധ സംഘത്തിനൊപ്പം പഞ്ചായത്തിലെ 13 വാർഡുകളിലുമായി തെരുവ് നായകൾക്ക് കുത്തിവയ്പ് നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. MK രാഘവൻ MP ചെയർമാനായ പയ്യന്നൂർ കോപ്പറേറ്റീവ് സൊസൈറ്റി കീഴിലുള്ള മാടായി കോളേജിലെ നിയമന വിവാദം പഴയങ്ങാടിയിൽ MK രാഘവൻ MPയുടെ കോലം കത്തിച്ച് ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ.
മാടായി കോളേജിൽ കോഴ വാങ്ങി CPM പ്രവർത്തകനെ നിയമിച്ചു എന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു ഇന്നലെ മുതൽ കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടന്നത്. കോളേജിലെത്തിയ കോളേജിൻ്റെ ചെയർമാൻ കൂടിയായ MK രാഘവൻ MBയെ കോൺഗ്രസ് പ്രവർത്തകർ തന്നെ, ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ തന്നെ തടയുന്ന ഒരവസ്ഥയും ഉണ്ടായിരുന്നു. ഇതേ തുടർന്ന് 4 കോൺഗ്രസ് പ്രവർത്തകരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. ഇതേ തുടർന്ന് കുഞ്ഞിമംഗലം ഇന്ദിരാഭവനിൽ നടന്ന ചർച്ചയെ തുടർന്ന് ഇവർ 4 പേരെയും തിരിച്ചെടുക്കുമെന്നും നിയമനവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും റദ്ദ് ചെയ്യുമെന്ന് പ്രവർത്തകർക്ക് ഉറപ്പ് നൽകുകയും ചെയ്തിരുന്നു. DCCയുടെ നേതൃത്വത്തിലായിരുന്നു ചർച്ച നടന്നത്. എന്നാൽ ആ തീരുമാനത്തെ ഇല്ലാതാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് ഇന്ന് നടന്നിട്ടുള്ളത് എന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഇന്ന് പഴയങ്ങാടിയിൽ MK രാഘവൻ MBയുടെ കോലം കത്തിച്ചുകൊണ്ടുള്ള പ്രതിഷേധ പ്രകടനവും അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും നടന്നിട്ടുള്ളത്. പഴയങ്ങാടിയിൽ നിന്ന് ആരംഭിച്ച പ്രകടനം എരുവരും ചുറ്റി പഴയങ്ങാടി ബസ് സ്റ്റാൻഡ് പരിസരത്ത് എത്തുകയും അവിടെ വെച്ച് MBയുടെ കോലം കത്തിക്കുന്ന അവസ്ഥയുമാണ് ഉണ്ടായിട്ടുള്ളത്. നിരവധി കോൺഗ്രസ് പ്രവർത്തകരാണ് ഈ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ കുഞ്ഞിമംഗലത്തും മറ്റ് സ്ഥലങ്ങളിലുമായി കോൺഗ്രസ് പ്രവർത്തകർ രാജിവെച്ചു എന്നുള്ള വാർത്തയും കൂടി ഇതോടൊപ്പം വരുന്നുണ്ട്. ആദ്യം MK രാഘവനാണ് കോഴിക്കോട് സമരം ചെയ്യുക. അദ്ദേഹം ബന്ധു നിയമനത്തിനെതിരെ ഇവിടെ കോഴ നിയമനം കുടുംബക്കാരനെ നിയമിക്കുന്നത് താണം കെട്ട നിലപാടാണ് MK രാഘവൻ എടുക്കുന്നത്. ആ നിലപാടിന് ഇവിടെ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന ഒരു കോൺഗ്രസ് പ്രവർത്തകരും കൂട്ടിക്കില്ല. ഇത് കല്യാശ്ശേരിയിൽ ഇത് തുടക്കമാണ്. കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ് വികാരമുള്ള പ്രവർത്തകന്മാരെ സംഘടിപ്പിച്ച് ഇത്തരം രീതിയിലെ കൊള്ളക്കാർക്കെതിരെ പോരാടാൻ നമ്മൾ തയ്യാറാവുകയാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കല്യാശ്ശേരിയിലെയും പയ്യന്നൂരെയും യൂത്ത് കോൺഗ്രസിന്റെ നിയോജക മണ്ഡല കമ്മിറ്റികൾ രാജിവെച്ചു. ഇവിടെയുള്ള കോൺഗ്രസിന്റെ കുഞ്ഞിമംഗലം മണ്ഡലം രാജിവെച്ചു, മൊത്തമായി രാജിവെച്ചു. ഇതൊന്നും പ്രതിഷേധം കാണുന്നില്ല. ഇദ്ദേഹത്തിന് ഇതൊന്നും വേണ്ട. ഇദ്ദേഹത്തിന് പൈസ വേണം. ഇദ്ദേഹത്തിന് കുടുംബത്തിനെ നിയമിക്കണം. ഇത് മാത്രമാണ് MK രാഘവൻ എന്തായാലും ഞങ്ങൾ വഴിയിൽ തടി. പല ആൾക്കാർ നമ്മുടെ നേതാക്കൾ മണ്ഡലം കമ്മിറ്റി മുതൽ ACC ജനറൽ സെക്രട്ടറി വരെ നമ്മൾ ഇതിനെ ഉന്നയിച്ചുകൊണ്ട് പരാതി കൊടുത്തിരുന്നു. അന്നൊക്കെ നേതാക്കന്മാർ പറഞ്ഞത് നമ്മൾക്കിത് പരിഹരിക്കാം എന്നുള്ളതാണ് പറഞ്ഞത്. പക്ഷേ ആ നേതാക്കന്മാരെയോടൊക്കെ വാക്കുകൾ തൃണമൂലക്കൊണ്ടാണ് ശ്രീ MK രാഘവൻ ഇവിടെ ജോലി നൽകിയിരിക്കുന്നത്. അയാളിപ്പോൾ പറഞ്ഞു അയാൾ CPM അല്ല, കോൺഗ്രസ് ആണ്. അയാൾ മാമൂദി നമുക്കറിയില്ല കോൺഗ്രസ് ആണ്. ഇവിടുത്തെ സാധാരണ കോൺഗ്രസ് പ്രവർത്തകർക്ക് ഇതിപ്പോൾ കോൺഗ്രസ് ആണെന്ന് അറിയില്ല. ഇവിടുത്തെ കുഞ്ഞിമംഗലത്തെ കോൺഗ്രസ് പ്രവർത്തകർക്ക് കോൺഗ്രസ് ആണെന്നറിയില്ല. അദ്ദേഹം VS അച്യുതാനന്ദന്റെ പോസ്റ്റാണ് കുഞ്ഞിമംഗലത്തിൽ ധനേഷ് എന്ന് പറയുന്ന MK രാഘവൻ കോൺഗ്രസ് എന്ന് പറയുന്ന വ്യക്തിയുടെ പോസ്റ്റാണിത്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണിത്. എവിടെയാണ് ഇവൻ എപ്പോഴാണ് കോൺഗ്രസ് ആയത്? കോൺഗ്രസ്സുകാരൻ ഒരിക്കലും VS അച്യുതാനന്ദന്റെയോ അല്ലെങ്കിൽ പിണറായി വിജയന്റെയോ അല്ലെങ്കിൽ അവരുടെ നേതാക്കന്മാരുടെയോ പോസ്റ്റുകളൊന്നും എവിടെയും P ജയരാജന്റെ പോസ്റ്റൊന്നും എവിടെയും പ്രദർശിപ്പിക്കാറില്ല. പഴയങ്ങാടിയിൽ നിന്ന് ക്യാമറമാൻ പ്രണവ് പെരുവാമ്പയോടൊപ്പം നികേഷ് താവം, നെറ്റ്വർക്ക് ന്യൂസ്. കരിവെള്ളൂർ ചേടിക്കുന്ന് ദേശീയപാതയിൽ അപകടം മാടി വിളിക്കുന്നു. അപകടം നടക്കാതെ ഇവിടെ ഒരു ദിവസം പോലും കടന്നു പോകുന്നില്ല. ദേശീയപാത വികസനം വന്നതോടെ നാട്ടുകാർ ഏറെ കഷ്ടപ്പെടുന്ന അവസ്ഥ തന്നെയാണ് ഓണക്കുന്നിനുമുള്ളത്. ബസ് ഷെൽട്ടർ ഇല്ലാത്തതുകൊണ്ട് തന്നെ ബസ് വരുന്നതുവരെ പൊരിവെയിലത്താണ് ഇവിടെ പൊതുജനങ്ങൾ നിൽക്കുന്നത്. സ്ഥലപരിമിതിയുള്ളതുകൊണ്ട് തന്നെ ഇവിടെ യാത്രക്കാർ നിൽക്കുന്നത് അത്ര സുരക്ഷിതവുമല്ല. അതിവേഗതയിൽ വരുന്ന വാഹനങ്ങൾ അപകടമുണ്ടാക്കുന്നതും പതിവാണ്. കുട്ടികളടക്കം നിരവധി പേർ ബസ് കാത്തിരിക്കുന്ന ഇടത്തിന് യാതൊരു സുരക്ഷയും ഇല്ല എന്ന് തന്നെ വേണം പറയാൻ. രാത്രിയായാൽ സ്ഥിതി ഒന്നുകൂടി രൂക്ഷമാകും. ആവശ്യത്തിന് വഴിവിളക്കുകൾ ഇല്ല എന്നതുകൊണ്ട് തന്നെ ഇവിടം ഇരുട്ടിലാകും. ഇതൊന്നും കാണാൻ ഇതുവരെ അധികൃതർക്ക് കണ്ണുണ്ടായിട്ടില്ല എന്ന പരാതി തന്നെയാണ് നാട്ടുകാർക്കുള്ളത്. അപകടകരമാണ് സംഗതി. ഇന്ന് രാത്രി ഇവിടെ എന്താണ്, ഇവിടെ വെളിച്ചവുമില്ല. ഇറങ്ങുന്ന ആൾക്കാരാണെങ്കിൽ 3 റോഡ് മുറിച്ച് കടക്കണം. വാഹനങ്ങൾ വളരെ ഓവർ സ്പീഡിൽ വരികയും ചെയ്യുന്നു. അടിയന്തര ശ്രദ്ധ പതിക്കുന്നില്ലെങ്കിൽ വലിയ അപകടമായിരിക്കും എന്നാണ് പറയാറുള്ളത്. സർവീസ് റോഡുകളുടെ നിർമ്മാണമാകട്ടെ എന്നു തീരുമെന്നറിയാതെ അനന്തമായി നീളുകയാണ്. ചുരുക്കത്തിൽ ഇഴഞ്ഞു നീങ്ങുന്ന ഈ ദേശീയപാത നിർമ്മാണം വരുത്തിവയ്ക്കുന്ന വിനകൾ ചെറുതല്ലെന്ന് വേണം കരുതാൻ. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പയ്യന്നൂർ BRC കോൺഫറൻസ് ഹാളിന്റെയും നവീകരിച്ച ഓട്ടിസം സെന്ററിന്റെയും ഉദ്ഘാടനം നടന്നു. T മധുസൂദനൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. മെച്ചപ്പെട്ട സൗകര്യങ്ങളോടെ പയ്യന്നൂർ BRCയോട് ചേർന്നുള്ള നവീകരിച്ച ഹാളിലേക്ക് മാറ്റിയ ഓട്ടിസം സെന്ററിന്റെയും പയ്യന്നൂർ മുനിസിപ്പാലിറ്റിയുടെ വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മാണം പൂർത്തീകരിച്ച കോൺഫറൻസ് ഹാളിന്റെയും ഉദ്ഘാടനം T മധുസൂദനൻ MLA നിർവഹിച്ചു. ഓട്ടിസം ഒരു രോഗമല്ല എന്ന് തിരിച്ചറിയുന്നതുകൂടി ഒരു കുടുംബത്തെയുമാണ്.
അതൊരു രോഗാവസ്ഥയായിട്ട് ഒരിക്കലും കാണാൻ പറ്റില്ല. വളരെ പ്രമുഖനായിട്ടുള്ള ഇന്ത്യ കണ്ടിട്ടുള്ള മാധ്യമ പ്രവർത്തകരും ഇന്ത്യയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുള്ള മന്ത്രിയുമായിരുന്ന അരുൺ ഷൂരി, അദ്ദേഹത്തിൻ്റെ ഒരു ലേഖനം, ഇന്റർവ്യൂ വായിക്കാനിടയായിട്ടുള്ള ഒരു ഓർമ്മ ഒരിക്കലും മനസ്സിൽ നിന്നും മാറില്ല. ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള പത്രപ്രവർത്തകൻ, ലോകമറിയുന്ന പത്രപ്രവർത്തകൻ, നിരവധി പുസ്തകങ്ങളും അതുപോലെ ശൈക്ഷണിക മേഖലയിൽ സംഭാവനകളും നൽകിയിട്ടുള്ള മനുഷ്യൻ. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതം മുന്നോട്ടേക്ക് നീങ്ങുന്നത് ഭാര്യ വിട പറഞ്ഞു പോയതിനെ തുടർന്ന് ആ ലേഖനം വരുന്ന സമയത്ത് മകന് ഏതാണ്ട് 50 വയസ്സാകുന്നു, 44-50 വയസ്സാകുന്നു. പ്രസവ സമയത്തുണ്ടായിട്ടുള്ള ഒരു ചെറിയ കൈപ്പിഴയുടെ ഫലമാണ്. ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത അധ്യക്ഷത വഹിച്ചു. SSK ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർ EC വിനോദ് ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. പയ്യന്നൂർ BRC ട്രെയിനർ ഉമേഷ് MV റിപ്പോർട്ട് അവതരിപ്പിച്ചു. പയ്യന്നൂർ BRC BPC KC പ്രകാശൻ സ്വാഗതം ആശംസിച്ചു. നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷ TP സമീറ, പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ T വിശ്വനാഥൻ, വാർഡ് കൌൺസിലർ മണിയറ ചന്ദ്രൻ, AKS GVHSS പ്രിൻസിപ്പൽ MP സതീഷ് കുമാർ, AEO TV ജ്യോതി ബസു, ഡേറ്റ് ഫാക്കൽറ്റി അംഗം K രാകേഷ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കരിവെള്ളൂർ രക്തസാക്ഷി ദിനാചരണത്തിന്റെ ഭാഗമായി ആണൂരിൽ വിവിധ പരിപാടികൾ നടന്നു. KSKTU ജില്ലാ സെക്രട്ടറി M ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. കാർഷിക ഭൂമി ഇതര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുക വഴി ഭൂമി ലഭ്യത കുറഞ്ഞു വരികയാണ്. കാർഷിക മേഖലയേക്കാൾ ആകർഷകമായ വേതനം കാർഷികേതര മേഖലയിൽ നിന്ന് ലഭിക്കാൻ തുടങ്ങിയതോടെ പുതിയ തലമുറ അതിലേക്ക് ആകർഷിക്കപ്പെട്ടു. കാർഷിക തൊഴിൽ ചെയ്യാൻ ഭൂവുടമകൾക്കും താൽപര്യം കുറഞ്ഞു. ഈ പുതിയ സാഹചര്യത്തിൽ തരിശുരഹിത കേരളം എന്ന ലക്ഷ്യം മുൻനിർത്തി കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ കോറം ഈസ്റ്റ് വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കർഷക തൊഴിലാളികളും യുവാക്കളും വയലിലിറങ്ങിയത് പുതിയ കാലത്ത് വേറിട്ട കാഴ്ചയായി. കേരളത്തെ ഒരു തരിശ് രഹിത സംസ്ഥാനമാക്കി മാറ്റാനുള്ള കേരള ഗവൺമെൻറ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായി പയ്യന്നൂർ മണ്ഡലം തരിശ് രഹിത മണ്ഡലമാക്കി മാറ്റാൻ കർഷക തൊഴിലാളികളും കർഷക സംഘം ഉൾപ്പെടെയുള്ള മണ്ണിൽ പണിയെടുക്കുന്ന, മണ്ണിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ഈ നാട്ടിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളെ ആകെ സംഘടിപ്പിച്ചുകൊണ്ട് കാനായി വയലിലെ ഒരു 8 ഏക്കറോളം വരുന്ന ഭൂമി, തരിശ് ഭൂമി കൃഷി ചെയ്യുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനത്തിനാണ് കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ്റെ കോറം ഈസ്റ്റ് വില്ലേജ് കമ്മിറ്റി നേതൃത്വം കൊടുക്കുന്നത്. കാനായി വയലിലെ 6 ഏക്കറോളം വരുന്ന തരിശ് ഭൂമിയിലാണ് ഞാറുമായി കർഷകരിറങ്ങിയത്. പയ്യന്നൂർ മണ്ഡലത്തെ തരിശുരഹിത മണ്ഡലമാക്കുക എന്ന ലക്ഷ്യം കൂടി ഇവരുടെ പ്രയത്നത്തിന് പിന്നിലുണ്ട്. കഴിഞ്ഞ 4 പതിറ്റാണ്ടിനിടയിൽ സംസ്ഥാനത്തെ നെല്ലുൽപാദനം 5-1 ചുരുങ്ങിയ സാഹചര്യത്തിൽ കാർഷിക വൃത്തി അന്യം നിന്നു പോയ പുതിയ കാലത്ത് വലിയ പ്രതീക്ഷയോടെയാണ് കർഷകരും കർഷക തൊഴിലാളികളും ഞാറുനടാൻ കാനായി വയലിലിറങ്ങിയത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. വായനായനം പരിപാടിയോടനുബന്ധിച്ച് പയ്യന്നൂർ സ്വാമി ആനന്ദ തീർത്ഥ സ്മാരക ഗ്രന്ഥാലയത്തിൽ കാരന്താറ്റിൽ ജാനകി അമ്മയുടെ ജീവിതത്തിന്റെ വഴികൾ എന്ന കഥാസമാഹാരത്തിന്റെ പ്രകാശനം സംഘടിപ്പിച്ചു. പ്രാപ്പോയിൽ നാരായണൻ മാസ്റ്റർ പ്രകാശനം നിർവഹിച്ചു. വായനായനം പരിപാടിയോടനുബന്ധിച്ച് പയ്യന്നൂർ സ്വാമി ആനന്ദ തീർത്ഥ സ്മാരക ഗ്രന്ഥാലയത്തിൽ കാരന്താറ്റിൽ ജാനകിയമ്മയുടെ ജീവിതത്തിന്റെ വഴികൾ എന്ന കഥാസമാഹാരത്തിന്റെ പ്രകാശനം നടന്നു. പയ്യന്നൂർ ചിന്മയ വിദ്യാലയം പ്രിൻസിപ്പൽ പ്രകാശൻ TK പരിപാടി ഉദ്ഘാടനം ചെയ്തു. വായന കണ്ണിനും മനസ്സിനും ഒരേ സമയത്ത് കോൺസെൻട്രേഷൻ ഉണ്ടാവേണ്ടതാണ്. അതായത് TV കണ്ടുകൊണ്ട് കുട്ടികൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഇപ്പോഴും TV കണ്ടുകൊണ്ട് ഭക്ഷണം കഴിക്കാം, TV കണ്ടുകൊണ്ട് നമുക്ക് എഴുതാം, കുളിച്ചുകൊണ്ട് നമുക്ക് പാട്ട് കേൾക്കാം. എന്നാൽ വായിക്കുന്ന സമയത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. മനസ്സും കാതും കണ്ണും കോൺസെൻട്രേഷനിൽ ഉണ്ടായാൽ, ഒരേ ഏകാഗ്രതയിൽ ഉണ്ടായാൽ മാത്രമേ നമുക്ക് വായന നമുക്ക് സാധ്യമാകൂ. എന്താണ് ഈ ജീവിതത്തിൽ കിട്ടാത്ത അനുഭവങ്ങളും അനുഭൂതികളും
ജീവിതത്തിൽ കിട്ടാത്ത അനുഭവങ്ങളും അനുഭൂതികളും വായനയുടെ നമുക്ക് നേടാൻ പറ്റും. എന്താണ് ഈ അനുഭൂതി? അഗാധമായ അനുഭവമാണ് അനുഭൂതി. അഗാധമായ അനുഭവത്തിൽ നിന്ന് ഉണ്ടാകുന്നതാണ് ഈ അനുഭൂതി. അച്യുതൻ പുത്തലത്ത് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പ്രാപ്പോയിൽ നാരായണൻ മാസ്റ്റർ പുസ്തക പ്രകാശനം നിർവഹിച്ചു. അജിത് കൂവോട് പുസ്തകം ഏറ്റുവാങ്ങി. VRV ഏഴോം, KK ഗോവിന്ദൻ മാസ്റ്റർ, U രാജേഷ്, ശ്രീലത മധു തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കുണ്ടയംകോവിൽ സഹൃദയ സാംസ്കാരിക പഠന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന നാടകോത്സവത്തിന്റെ സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. പ്രശസ്ത നടൻ ഉണ്ണിരാജ് ചെറുവത്തൂർ ഉദ്ഘാടനം നിർവഹിച്ചു. കുണ്ടയംകോവിൽ സഹൃദയ സാംസ്കാരിക പഠന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന നാടകോത്സവത്തിന്റെ സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. കുണ്ടയംകോവിൽ ടൗണിൽ നിർമ്മിച്ച സംഘാടക സമിതി ഓഫീസിന്റെ ഉദ്ഘാടനം പ്രശസ്ത നടൻ ഉണ്ണിരാജ് ചെറുവത്തൂർ നിർവഹിച്ചു. ഞാൻ അങ്ങനെ ഇപ്പൊ പോവാൻ പറ്റാത്തൊരവസ്ഥ ചിലപ്പോൾ ഷൂട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഞാൻ കുറേ വർഷം നമ്മളെ രഞ്ജി കാങ്കോന്റെ കൂടെ ഓന്റെ വീട്ടിൽ നിന്ന് കടന്നുറങ്ങിയ അല്ലെങ്കിൽ ബസ് ഇറങ്ങിയിട്ട് അങ്ങോട്ട് നടക്കുന്നതാണ്. ഇപ്പൊ ഇങ്ങനെ ആയതുകൊണ്ട് വരാൻ പറ്റുന്നില്ല. അത്രയും മാറ്റം എന്താ രഞ്ജിയുടെ രഞ്ജിയുടെ വീട്ടിൽ പോയിട്ടാണ് വരുന്നത്. അപ്പൊ നാടകോത്സവം എന്ന് പറയുന്നത് മഹാനായൊരു നാടകക്കാരൻ, സിനിമാക്കാരനെങ്കിൽ നാടിനെയും നാടകത്തെയും ഒക്കെ ശേഖരം അക്കാദമിന്റെ തലപ്പത്തൊക്കെ ഇരുന്ന് നല്ല സിനിമാ തിരക്കുണ്ടാകുമ്പോൾ അദ്ദേഹം. ചടങ്ങിൽ ഗംഗാധരൻ മാസ്റ്റർ അധ്യക്ഷനായി. KP കണ്ണൻ, വാർഡ് മെമ്പർമാരായ രമേശൻ, EC സതി, കോക്കാട് നാരായണൻ, ദിവാകരൻ മാസ്റ്റർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ഡിസംബർ 23 മുതൽ 27 വരെയാണ് നാടകോത്സവം നടക്കുക. വലിയചാൽ സ്കൂൾ ഗ്രൗണ്ടിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ നാടകങ്ങൾ അരങ്ങേറും. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കുഞ്ഞിമംഗലം പഞ്ചായത്ത് വാർഷിക പദ്ധതി പ്രകാരം ഹരിതകർമ്മസേനയ്ക്ക് ഉപകരണങ്ങൾ വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A പ്രാർത്ഥന ഉദ്ഘാടനം നിർവഹിച്ചു. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതി പ്രകാരം ഹരിതകർമ്മസേനയ്ക്ക് ട്രോളിയും സോർട്ടിംഗ് ടേബിളും ബാക്കിയുള്ള 6 വാർഡുകളിലെ ഹരിതകർമ്മസേനയ്ക്ക് ട്രോളികളും MCFലേക്ക് സോർട്ടിംഗ് ടേബിളിന്റെ വിതരണവും കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് പരിസരത്ത് വെച്ച് നടന്നു. 2 ഹരിതകർമ്മ സേനാംഗങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ സൗകര്യാർത്ഥം നമ്മുടെ ശേഖരിച്ച പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ MCFൽ എത്തിക്കുന്നതിനായിട്ട് കഴിഞ്ഞ വർഷം 8 ട്രോളി അവർക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പം 14 വാർഡുകളിലേക്കും ഇന്ന് ഇത്തരത്തിൽ 6 ട്രോളിയും കൂടെ വെച്ചുകൊണ്ട് 14 വാർഡുകളിലേക്കുമുള്ള സൗകര്യമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ സോർട്ടിംഗ് ടേബിളിൻ്റെ കാര്യവും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. പ്രായമായ ഒരുപാട് ഹരിതകർമ്മ സേനാംഗങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. വൈസ് പ്രസിഡന്റ് M ശശീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി M ഉല്ലാസൻ, അസിസ്റ്റന്റ് സെക്രട്ടറി സതീശൻ പുളുക്കു, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ ശോഭ K, കരുണാകരൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. വാർഡ് മെമ്പർമാർ, ശുചിത്വ നിർവഹണ ഉദ്യോഗസ്ഥരായ VOമാർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, മറ്റു ഉദ്യോഗസ്ഥർ എന്നിവർ സന്നിഹിതരായി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. രാമന്തളി ഗ്രാമപഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതി 2024-25 ഭാഗമായി കവുങ്ങിൻ തൈകളുടെ വിതരണം കൃഷിഭവനിൽ വെച്ച് നടന്നു. രാമന്തളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് V ഷൈമ വിതരണോദ്ഘാടനം നടത്തി. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുനിത AV അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KP ദിനേശൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു നീലകണ്ഠൻ എന്നിവർ സംസാരിച്ചു. രാമന്തളി കൃഷി ഓഫീസർ നമിത രഘുനാഥ്, കൃഷി അസിസ്റ്റന്റ് സവിത V തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ മുന്നോടിയായി നടക്കുന്ന കണ്ണൂർ ജില്ലാ സമ്മേളനം ഡിസംബർ 11-ന് പയ്യന്നൂർ ശ്രീ കൂറുമ്പ ഓഡിറ്റോറിയത്തിൽ നടക്കും. കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ മുന്നോടിയായി നടക്കുന്ന കണ്ണൂർ ജില്ലാ സമ്മേളനം ഡിസംബർ 11-ന് പയ്യന്നൂർ ശ്രീ കുറുമ്പ ഓഡിറ്റോറിയത്തിൽ നടക്കും. രാവിലെ 10:30-ന് MLA TA മധുസൂദനൻ ഉദ്ഘാടനം നിർവഹിക്കും. സമ്മേളനത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രത്നകുമാരി മുഖ്യാതിഥിയായി പങ്കെടുക്കും. സംഘടനയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച സൊസൈറ്റി ഫോർ കോൺട്രാക്ടേഴ്സ് സോഷ്യൽ സെക്യൂരിറ്റിയിൽ അംഗമായിരിക്കെ മരണപ്പെട്ട CP അയൂബിന്റെ കുടുംബത്തിനുള്ള ധനസഹായ വിതരണം പയ്യന്നൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ KV ലളിത നിർവഹിക്കും. A വിജയൻ, C ശശിധരൻ, C അബ്ദുൽ കരീം, പ്രത്യൂബ് ബാബു, PV തമ്പാൻ, PM ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ മാധ്യമ സമ്മേളനത്തിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പെരുവാമ്പ വയനാട്ട് കുലവൻ ക്ഷേത്രത്തിൽ പുനർനിർമ്മിക്കുന്ന ഭണ്ഡാരപ്പുരയുടെ കട്ട്ളവെപ്പ് കർമ്മം നടന്നു. നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു.
പെരുവാമ്പ വയനാട്ടുകുലവൻ ക്ഷേത്രത്തിൽ പുനർനിർമ്മിക്കുന്ന ഭണ്ഡാരപുരയുടെ കട്ടിലവെപ്പ് കർമ്മം നടന്നു. രാവിലെ 8:40 9:20 ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിലാണ് കട്ടിലവെപ്പ് കർമ്മം നടന്നത്. തുടർന്ന് ഭണ്ഡാരപുര നിർമ്മാണ ഫണ്ടിലേക്കുള്ള ആദ്യ ഗഡു സ്വീകരണവും നടന്നു. ബിലായി മധു, ടി ഇന്ദിര എന്നിവരിൽ നിന്ന് ക്ഷേത്രം പ്രധാന കർമ്മി കരുണാകരൻ തുക ഏറ്റുവാങ്ങി. തുടർന്ന് നടന്ന പൊതുയോഗത്തിൽ എൻ രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു. ക്ഷേത്രം പ്രസിഡന്റ് PP ശശി, ക്ഷേത്രം സെക്രട്ടറി പൊയിൽ ശ്രീധരൻ, മുത്തപ്പൻ ക്ഷേത്രം പ്രസിഡന്റ് വി വാസുദേവൻ, മഹിളാ സംഘം സെക്രട്ടറി ധന്യ, ഖജാൻജി PV ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ആചാരസ്ഥാനികരും നാട്ടുകാരും ഉൾപ്പെടെ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.